മലയാള സിനിമയിലെ ചിരിയും ചിന്തയുമായിരുന്നു ശ്രീനിവാസൻ ഇനി ഓർമ്മ. അഭിനയത്തിലും തിരക്കഥയിലും തന്റേതായ വിപ്ലവം തീർത്ത ആ മഹാപ്രതിഭയുടെ വിയോഗത്തിൽ വിതുമ്പുകയാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമം. കണ്ണൂരിലെ പാട്യം എന്ന ഗ്രാമത്തിന് ഇനി പഴയതുപോലെ ചിരിക്കാനാവില്ല. പാട്യം പഞ്ചായത്തിലെ കൊട്ടിയോടി ടൗണിന് ചുറ്റുമുള്ള കോങ്ങാറ്റ എന്ന കൊച്ചുഗ്രാമത്തിൽ നിന്ന് വളർന്ന് മലയാള സിനിമയുടെ നെറുകയിലെത്തിയ ശ്രീനിവാസൻ ഇനി ഓർമ്മകളുടെ തിരശീലയ്ക്ക് പിന്നിൽ. ബാല്യകാലത്ത് സൗത്ത് പാട്യം UP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശ്രീനിവാസനിലെ കലാകാരനെ പ്രധാന അധ്യാപകൻ മണ്ടോടി ഗോപാലൻ തിരിച്ചറിയുന്നത്. സ്കൂൾ പരിപാടികളിൽ കൊച്ചു കൊച്ചു സ്കിറ്റുകൾ തയ്യാറാക്കി ശ്രീനിവാസനെ കൊണ്ട് അഭിനയിപ്പിക്കുമായിരുന്ന ആ പഴയകാലം ഓർത്തെടുക്കുകയാണ് നാട്ടുകാർ. സംസ്കൃത പണ്ഡിതൻ VK ഗുരുക്കളുടെ മകളും സ്കൂൾ അധ്യാപികയുമായ VK വസുമതിയുടെ ഓർമ്മകളിൽ ആ പഴയ മിടുക്കൻ ഇപ്പോഴുമുണ്ട്. സ്വന്തമായി തന്നെ നാടകങ്ങൾ ബാലകലോത്സവത്തിനെല്ലാം ഉണ്ടാക്കി അഭിനയിക്കും. കൂടാതെ വാർഷികാഘോഷത്തിനെല്ലാം അന്നത്തെ മാഷായ ഗോപാലൻ മാഷ് നേതൃത്വം നൽകിയിട്ട് കോമഡികളെല്ലാം ഒരു കോമഡി പറയുന്ന മാഷായിരുന്നു. അതൊക്കെ അവൻ അവതരിപ്പിക്കാറുണ്ട്. കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെയും പഠനത്തിനു ശേഷം ഡൽഹിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ശ്രീനിവാസൻ സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. അതിനു മുൻപേ പാട്യം കോങ്ങാറ്റിയിലെ വയലുകളിൽ കൃഷി കഴിഞ്ഞുള്ള ഇടവേളകളിൽ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും ചേർത്തുപിടിച്ച് അദ്ദേഹം നാടകങ്ങൾ കളിക്കുമായിരുന്നു. അമേച്ചർ നാടകരംഗത്തേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയത് മാധ്യമപ്രവർത്തകനായ രവീന്ദ്രനാഥ് മണിയറത്താണ്. ഏത് രംഗവും നിരീക്ഷണ പാടവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ശ്രീനിവാസന്റെ കഴിവിനെ അദ്ദേഹം ഇന്നും അത്ഭുതത്തോടെയാണ് കാണുന്നത്. സിനിമാ ജീവിതം വളരെ കഷ്ടപ്പെട്ട് ഭയങ്കര നിലയിലെത്തിയത്. അതായത് കേരള സിനിമാ ഫീൽഡിൽ ഞാൻ ഇന്നും അങ്ങനെയുള്ള ടാലൻ്റുള്ള ഒരാൾ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം. കാരണം ആകാരതൂട്ടവും ഇല്ലാണ്ട് തന്നെ സിനിമ കംപ്ലീറ്റ് പിടിച്ചടക്കിയ അതുപോലെ അസാധ്യ കഴിവ് തന്നെയല്ലേ. നിരീക്ഷണ പാഠവും നമ്മളെ സെറ്റേറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഗൗരവമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക ആ നടന്നുള്ളത്. അത് സാംസ്കാരിക രംഗത്ത് ഒരു ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പ്രദേശം. അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ശ്രീനി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വന്തം പ്രയത്നം എന്ന് പറയുന്നത് അതിലൂടെ വളർന്നു വന്നതാണ് എന്ന് പറയാൻ കഴിയില്ല. സ്വന്തം പ്രയത്നത്തിലൂടെയാണ് അയാളുടെ വളർച്ച. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു സ്വഭാവം, അത് അച്ഛൻ്റെ സ്വഭാവം തന്നെ അവനുണ്ട്. കണ്ടാൽ കണ്ടത് തുറന്നു പറയും. ആ സ്വഭാവം ഉണ്ണിഭാഷക്കുണ്ടായിരുന്നു. ആ ഉണ്ണിഭാഷ സ്വഭാവം തന്നെ ഇപ്പോൾ ശ്രീനിക്കും ഉണ്ടായിരുന്നു. ജന്മനാടിനെ ശ്രീനിവാസൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 4-നായിരുന്നു അദ്ദേഹം അവസാനമായി പാട്യത്തെത്തിയത്. പാട്യം വെസ്റ്റ് UP സ്കൂളിന്റെ 118-ാം വാർഷികാഘോഷത്തിൽ പങ്കുചേരാനെത്തിയ അദ്ദേഹം അവിടെ വെച്ച് തന്റെ ജന്മദിനവും ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് മധുരവും പേനയും നൽകി തന്റെ പ്രിയപ്പെട്ട ഗ്രാമവാസികളോട് ഏറെ നേരം സംസാരിച്ചാണ് അന്ന് അദ്ദേഹം മടങ്ങിയത്. ആ മടക്കം ഒരു യാത്ര പറച്ചിലാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. പലതരം രോഗങ്ങൾ കാരണം നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ അല്ല നടക്കാനും നിൽക്കാനും എല്ലാം വയ്യും എന്നുള്ള അവസ്ഥയിൽ വന്നാലും സ്വന്തം നാട്ടിൽ ഒരു സിനിമ നടന്റെ ഭാവത്തിൽ പണ്ടത്തെ ആള്. അപ്പോൾ പണ്ട് എന്നെ ശരിക്കും അടുത്തറിയാവുന്ന ആൾക്കാർ ഞാൻ എന്തെങ്കിലും അബദ്ധം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ചിരിക്കും. പൂക്കോട് ടൗണിൽ അദ്ദേഹം പണികഴിപ്പിച്ച വിനീത് എന്ന വീട് ഇന്നും അദ്ദേഹത്തിന്റെ സ്മരണകൾ പേറുന്നു. 3 വർഷം മുമ്പ് മറ്റൊരാൾക്ക് വീട് വിറ്റെങ്കിലും മതിൽപ്പുറത്തെ ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരനോടുള്ള ആദരവായി ആ പേര് അവിടെ ഇന്നും അവശേഷിക്കുന്നു. നർമ്മത്തിൽ ചാലിച്ച പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചിടാൻ ഇനി പാട്യം ശ്രീനിവാസനില്ല. പക്ഷേ പാട്യത്ത് ആ വലിയ കലാകാരന്റെ ഓർമ്മകൾ ബാക്കിയുണ്ടാകും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.